ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. ഹോണ്ട ഏവിയേറ്റർ സ്റ്റാർട്ടിങ് കംപ്ലയിൻറ്റ് മിസ്സിങ് കംപ്ലയിൻ്റ് ആണ് ജോബ് കാർഡിൽ പറഞ്ഞാണ്. വണ്ടി സ്റ്റാർട്ടിങ് കംപ്ലയിൻറ്റ് കാണിക്കുന്നുണ്ട്. നിലവിൽ വണ്ടി സ്റ്റാർട്ട് ആവുന്നില്ല. അപ്പോൾ അത് മാത്രമാണ് കംപ്ലയിൻ്റ് ഉള്ളൂ. വേറെ നമുക്ക് സർവീസ് വർക്കോ വേറെ ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ സ്റ്റാർട്ടിങ് കംപ്ലയിൻറ്റ് ചെക്ക് ചെയ്യാനായിട്ട് നമ്മൾ നോക്കണ സമയത്ത് ഓൾറെഡി ഇപ്പോൾ വന്ന വണ്ടിയെല്ലാം പെട്രോളുമായി റിലേറ്റഡ് ആയിട്ട് വന്ന കംപ്ലയിൻ്റ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ആ ഭാഗമാണ് ചെക്ക് ചെയ്യണേ. അഴിച്ച് നോക്കുമ്പോൾ ഉള്ളൊരവസ്ഥയാണ് ഈ കാണണേ. നിലവിൽ കാർബേറ്ററിൻ്റെ ഉള്ളിൽ കാണണം ഈ ജെല്ല് പോലെ ആയിട്ട് ഈ ഒരു അവസ്ഥയിലാണ് കിടക്കണേ. പെട്രോൾ കിടന്ന അവസ്ഥ ആയേക്കാണ് ഈ കാണണം കേട്ടോ. വണ്ടി ഓടിക്കാണ്ട് വെച്ചിട്ട് വന്ന മിസ്റ്റേക്കാണ് മെയിനായിട്ട്. കാർബേറ്ററൊക്കെ പോയി കാർബേറ്ററിൻ്റെ ഭാഗമൊക്കെ ദ്രവിച്ചൊരവസ്ഥയിലാണ് ഈ ഭാഗം ഇരിക്കണേ. ഇടയ്ക്കൊന്ന് ക്ലീൻ ചെയ്തൊക്കെ ഇട്ടേക്കണതാണ്, പക്ഷേ എന്നിട്ടും കാണുന്നൊരവസ്ഥയാണിത്. ഈ ടാങ്കിൻ്റെ അടപ്പൊക്കെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും. ഇത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് പെട്രോൾ അടിച്ചാൽ ഓടിക്കണ വണ്ടിയായിട്ട് തോന്നില്ല. കാരണം ഇത് ആസിഡൊക്കെ ഒഴിച്ചാണ് പോലെ നമുക്ക് തോന്നുള്ളൂ. കാരണം അതിൻ്റെ ഉള്ളൊക്കെ ദ്രവിച്ചൊരവസ്ഥയിലിരിക്കണേ. ടാങ്കിൻ്റെ ഇവിടെയൊക്കെ നോക്കി മൊത്തത്തിൽ വല്ലാത്തൊരവസ്ഥയിലാണ് നിൽക്കുന്നത്. ടാങ്കിൻ്റെ ഉള്ളിലേക്ക് നോക്കുമ്പോഴും കറക്റ്റായിട്ട് ഉൾഭാഗം കറക്റ്റായിട്ട് നമുക്ക് വീഡിയോയിൽ കിട്ടില്ല. ഉള്ളിലൊക്കെ ദ്രവിച്ച് പോയേക്കണ ഒരു സിറ്റുവേഷനിലാണ് നിൽക്കുന്നത്. ഈ വണ്ടിക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഓൾറെഡി കാർബറേറ്റർ മാറ്റി പുതിയത് വെക്കണം. ഈ പെട്രോൾ പൈപ്പിൻ്റെ ഉള്ളിൽ കൂടെ വന്ന് നോക്കിക്കോട്ടെ, വെള്ള കളറിലാണ് ഈ ഐറ്റമൊക്കെ വന്നെ. ദ്രവിച്ചൊരവസ്ഥയൊക്കെയാണ് മൊത്തം തന്നെ. ഫ്യൂവലിൻ്റെ ടാപ്പ് പോയി. ഫ്യൂവൽ ടാപ്പും ഇരിക്കുന്നത് വലിയ പഴക്കമുള്ള ടാപ്പല്ല, പക്ഷേ അതും ഓൾറെഡി കംപ്ലൈൻ്റ് ആണ്. വാക്വം പൈപ്പ് അടക്കം ഫുള്ള് നമുക്ക് മാറ്റണം. ഈ ടാങ്ക് ദ്രവിച്ചൊരവസ്ഥയിലാണ് ഇരിക്കണേ. ടാങ്ക് വേണമെങ്കിൽ നമുക്ക് ഇത് കിട്ടാനൊക്കെ വലിയ ബുദ്ധിമുട്ടായിരിക്കും. നമുക്കൊന്ന് ചോദിച്ചു നോക്കാം അവൈലബിൾ ആണോ എന്നുള്ളത്. ടാങ്ക് നല്ല സർവീസ് സ്റ്റേഷനിൽ കൊടുത്ത് നല്ലോണം ഒന്ന് ക്ലീൻ ചെയ്ത് എടുത്ത് നോക്കാം. ഒരു ഉറപ്പില്ല. കാരണം ഇങ്ങനെ ഒരു പ്രാവശ്യം വന്നു കഴിഞ്ഞാൽ റിപ്പീറ്റ് വീണ്ടും അത് പെട്ടെന്ന് കാണിക്കും. പറ്റുമെന്നുണ്ടെങ്കിൽ ഫ്യൂൽ ടാങ്ക് അടക്കം മാറ്റി വയ്ക്കണമായിരിക്കും നല്ലത്. ഫ്യൂൽ ടാങ്ക്, ഫ്യൂലിൻ്റെ പൈപ്പ്, വാക്വം പൈപ്പ്, അതേപോലെ ഫ്യൂലിൻ്റെ ടാപ്പ് അസംബ്ലി, കാർബറേറ്റർ അസംബ്ലി, ഇത്ര ഐറ്റം മാറ്റി പുതിയത് വയ്ക്കാം. വേറൊരു മാർഗ്ഗമില്ല അതിനകത്ത്. കാർബറേറ്റർ കുറേ പ്രാവശ്യം അഴിച്ച് ക്ലീൻ ചെയ്ത് കിട്ടേക്കുന്നതാണ്. വീണ്ടും ഇതേപോലെയാണ് കംപ്ലയിൻറ്റ് വന്നേക്കണം കേട്ടോ. ഇതൊന്നും ചെയ്യാൻ പറ്റാത്തൊരു കണ്ടീഷനാണ്. ഇതൊക്കെ ഇടയ്ക്ക് എപ്പോഴൊക്കെ നല്ല നീറ്റായിട്ട് ചെയ്തേക്കണ വണ്ടിയാണ്. പക്ഷേ പെട്രോൾ ഇതായതുകൊണ്ട് നമുക്കൊന്നും പറയാൻ പറ്റാത്തൊരു കണ്ടീഷനാണ്. ഈ ഒരു അവസ്ഥയിലാണ് കാർബറേറ്ററിൻ്റെ കണ്ടീഷൻ കേട്ടോ. ഒന്നും ചെയ്യാൻ പറ്റില്ല. കാർബറേറ്റർ അസംബ്ലി മാറ്റി പുതിയത് വയ്ക്കാം. ഇതിപ്പോൾ അഴിച്ച് ക്ലീൻ ചെയ്ത് നമ്മൾ റീസെറ്റ് ചെയ്യാമെന്ന് വെച്ചാലും ഓവർഫ്ലോ ആയിരിക്കും വണ്ടി. 99.9% പെട്രോൾ ഓവർഫ്ലോ കംപ്ലയിൻ്റ് ആയിട്ട് നമ്മൾ വീണ്ടും ഒഴിക്കേണ്ടി വരും. അപ്പോൾ അതിൽ നല്ലത് കാർബറേറ്റർ അസംബ്ലി മാറ്റി പുതിയത് വയ്ക്കാം. ടാങ്ക് കാര്യങ്ങളൊക്കെ മാറ്റിക്കളയാം. അതായിരിക്കും ഏറ്റവും നല്ലത്. കാരണം ഇതാണ് അവസ്ഥ. ഉണ്ടാവും മൊത്തം പൊടിഞ്ഞു പോരാ. കൈമയൊക്കെ വെള്ളം ഈ ചുണ്ണാമ്പ് കൂടി വന്ന പോലെയാണ് കൈമയൊക്കെ ആവണേ കേട്ടോ. അതാണ് ഇപ്പോഴത്തെ നിലവിലെ അവസ്ഥ. ആരോട് പറയാനാണ്, ഒന്നും ചെയ്യാനില്ല. ഇതിപ്പോൾ പുതിയ കാർബറേറ്റർ അസംബ്ലി വെച്ചാൽ നമ്മൾ ഉപയോഗിക്കാൻ പോകുന്ന പെട്രോൾ ഇതൊക്കെ തന്നെയാണ്. അപ്പോൾ അതൊക്കെ അറിഞ്ഞിട്ടൊക്കെ നോക്കിയിട്ട് പറയാം. പണിയണോ വേണ്ടതെന്നുള്ള ദിവസമൊക്കെ നോക്കിയിട്ട് പറയുന്നത്. സാധനം മേടിച്ച് നമ്മൾ മാറ്റി തന്നതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷേ നമുക്കൊരു ഗ്യാരണ്ടിയോ വാറണ്ടിയോ ഒന്നും തരാനൊന്നും പറ്റുമൊന്നുമില്ല. കാരണം ഒരു ഗ്യാരണ്ടിയും പറയാൻ പറ്റില്ല പുതിയ കാർബറേറ്ററൊക്കെ വെച്ചാലും. ഇതാണൊരവസ്ഥ. നമുക്ക് വണ്ടി പണിയാനല്ല മെയിനായിട്ട് ഈ പെട്രോളുമായി റിലേറ്റഡ് ആയിട്ടുള്ള കംപ്ലയിൻറ്റുകൾ നോക്കാനാണ് സമയമുള്ളൂ. അത് ചെയ്ത വണ്ടികളാണെങ്കിലോ നമ്മളിപ്പോൾ പുതിയ കാർബറേറ്റർ വെച്ചാൽ പോലും ഒരാഴ്ച 2 ആഴ്ച കഴിയുമ്പോഴത്തേക്കും ചിലത് കംപ്ലയിൻറ്റ് വരും. ചിലത് ഒരു 5-6 മാസമൊക്കെ കിട്ടുന്നുണ്ട്. അവർ ഭാഗ്യവാന്മാർ. ബാക്കിയുള്ളവന്മാർക്ക് ഈ പറഞ്ഞ പോലെ എന്തായാലും ഒരു 2-3 ആഴ്ച കഴിയുമ്പോഴത്തേക്കും വർക്ക്ഷോപ്പിൽ കയറ്റാം. 2 ആഴ്ച കൂടുമ്പോൾ വർക്ക്ഷോപ്പിൽ കയറ്റാം. ഇത് തന്നെയാണ് അവസ്ഥ കേട്ടോ. എന്തായാലും ഞാനൊരു എസ്റ്റിമേറ്റ് ഇടാം. നോക്കിയിട്ട് റിപ്ലൈ ചെയ്യും നിങ്ങൾ. അതനുസരിച്ച് നമുക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ ആലോചിച്ചിട്ട് അത് ചെയ്യാം. ഓക്കെ. ഞാൻ അതിനകത്ത് എസ്റ്റിമേറ്റിൽ ഫ്യൂൽ ടാങ്ക് ഏകദേശം ഒരു റേറ്റൊക്കെയാണ് കൂട്ടണത്. നമുക്ക് കൃത്യമായിട്ട് അതിൻ്റെ റേറ്റൊന്നും അറിയില്ല. നമുക്കത് ചോദിച്ച് പ്രൈസ് ലിസ്റ്റൊക്കെ ഇട്ടിട്ട് ചോദിച്ചിട്ട് വേണം അറിയാൻ പറ്റുള്ളൂ. ഫ്യൂൽ ടാങ്ക് ഒരു 10-2000 രൂപ താഴെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഏകദേശം ഒരു 2000 രൂപ ഫ്യൂൽ ടാങ്കിന് ഉൾപ്പെടുത്തുന്നുണ്ട്. കാർബറേറ്റർ അസംബ്ലി ഏകദേശം ഒരു 2700 2750 രൂപയൊക്കെ പ്രതീക്ഷിക്കാം. അതിനകത്ത് വേറൊരു കാർബറേറ്റർ തന്നെ ഹോണ്ടയുടെ തന്നെ റേറ്റ് കുറഞ്ഞൊരു മോഡൽ വന്നിട്ടുണ്ട്. അത് കിട്ടുന്നുണ്ടെങ്കിൽ അത് മേടിച്ച് വയ്ക്കുക. കാരണം ഏത് വെച്ചാലും പോവും. അപ്പോൾ കമ്പനി ഐറ്റം ആയതുകൊണ്ട് തന്നെ അത് റേറ്റ് കുറവിൽ കിട്ടുന്നുണ്ടെങ്കിൽ അത് മേടിച്ച് വയ്ക്കാം. ഇതല്ലെങ്കിൽ 2700 രൂപ നമുക്ക് റേറ്റ് വരും. അപ്പോൾ ഞാൻ ഇടുമ്പോൾ ഏകദേശം ഒരു 2000-2500 എസ്റ്റിമേറ്റ് കാണിക്കുന്നുണ്ട് അതിനകത്ത്. നിങ്ങൾ നോക്കിയിട്ട് പറഞ്ഞാൽ മതി. പരമാവധി അത് കിട്ടുന്നുണ്ടെങ്കിൽ ഞാൻ കുറഞ്ഞാൽ മേടിച്ച് വയ്ക്കുള്ളൂ. കുറഞ്ഞെന്ന് വെച്ചാൽ ഹോണ്ടയുടെ ഒറിജിനൽ തന്നെ കുറഞ്ഞത് വേറൊരു നമ്പറിൽ വന്നിട്ടുണ്ട്. ഏകദേശം ഒരു 2000 രൂപ താഴെ വില ഉണ്ട്. അത് കിട്ടുന്നുണ്ടെങ്കിൽ അത് മേടിച്ച് വയ്ക്കാം. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ എല്ലാവരും ആവശ്യക്കാരായതുകൊണ്ട് ഐറ്റം ഷോർട്ടേജാണ്. കിട്ടാനും വലിയ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇതൊക്കെ അറിഞ്ഞിരിക്കുക കേട്ടോ. നമ്മളിപ്പോൾ മെക്കാനിക്കിനെ കുറ്റം പറഞ്ഞിട്ടോ ഹോണ്ട കമ്പനീനെ കുറ്റം പറഞ്ഞിട്ടോ അവരുടെ പാർട്സ് കൊള്ളില്ല എന്ന് പറയുന്നു, അതിലൊന്നും ഒരു കാര്യമില്ല. പെട്രോളാണ് പ്രശ്നക്കാരൻ. നമ്മളതിനകത്തൊന്നും ചെയ്യാനുമില്ല കേട്ടോ. ഇതാണ് നമ്മളുടെ അവസ്ഥ. അപ്പോൾ ഞാൻ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ആക്കി ഇടാം. നിങ്ങൾ വീഡിയോ കണ്ടുകഴിയുമ്പോൾ നോക്കിയിട്ടൊന്ന് പറയും എന്താ വേണ്ടതെന്ന് വെച്ചാൽ നമുക്കതനുസരിച്ച് ചെയ്യാം.
ഓക്കെ.